രാത്രിമഴ ചുമ്മാതെ കേണും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പിറുപിറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്ന ഒരു യുവതിയാം ഭ്രാന്തിയെ പോലെ. രാത്രിമഴ പലപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് നമുക്കറിയാം. എന്നാൽ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ ചിലരെങ്കിലും അമിതമായി രാസലഹരിയായ MDMA പോലുള്ളവ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറാറുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? ആ MDMAയുടെ ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആളുകൾ ഇങ്ങനെയൊക്കെ കൂടുതലായി MDMA ഉപയോഗിക്കുമ്പോൾ അവർ കാണിക്കുന്ന സ്വഭാവവിശേഷങ്ങൾ പലതായിരിക്കും. അവർ ചിലപ്പോൾ കൂടുതൽ പൊട്ടിച്ചിരിക്കുന്നവരായിരിക്കും, അപരിചിതരോട് കൂടുതലായി പെട്ടെന്ന് ഇടപഴകുന്നവരോ, അല്ലെങ്കിൽ ആളുകളെ തുറച്ചു നോക്കുന്നവരോ, കൂടുതൽ ശരീരം വിയർക്കുമ്പോഴോ, അതുപോലെ തന്നെ എപ്പോഴും ഡ്രസ്സ് മാറാനായി താല്പര്യപ്പെടുത്തുന്നവരോ, മുഖത്തേക്ക് എപ്പോഴും തുടയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നവരോ ഒക്കെ ആവാം. അതുപോലെ തന്നെ അവരുടെ ഒരു പ്രത്യേകത ഹൈ എനർജി ഉണ്ടാവും. അവർ മണിക്കൂറുകളോട് നിർത്താതെ നൃത്തം ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ഈ സ്വഭാവങ്ങൾ കാണിക്കുന്ന തലച്ചോറിലെ സിറട്ടോണിൻ, ഡോപ്പമിൻ, നോറെപ്പിനെഫ്രിൻ എന്നീ ഹോർമോണുകളുടെ അളവ് ഈ MDMA പോലുള്ള രാസലഹരികൾ അമിതമായി കൂട്ടുന്നത് കൊണ്ടാണ്. അത് കുറഞ്ഞു പോകുമ്പോൾ, ഡോപ്പമിനൊക്കെ കുറഞ്ഞു പോകുമ്പോൾ അവർ വീണ്ടും ഉറക്കക്കുറവിലേക്കും ഭ്രാന്ത് പോലുള്ള അവസ്ഥകളിലേക്കും ഒക്കെ വീണു പോവുകയും ചെയ്യും. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക വഴി ഇതുപോലുള്ള രാസലഹരികൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. വ്യക്തിഗതമായ ചികിത്സയും സമൂഹത്തിന്റെ ചികിത്സയും വളരെ അത്യാവശ്യമാണ്. ബ്രേക്ക് ദ സൈക്കിൾ, സ്റ്റോപ്പ് ഓർഗനൈസ് ക്രൈം എന്നാണ് MDMA പോലുള്ള രാസലഹരികളെ ഒഴിവാക്കാനുള്ള ഈ വർഷത്തെ മുദ്രാവാക്യം.